ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ലെങ്കിലും 10ാം വർഷത്തിന്റെ അവസാനത്തിൽ പരാജയമേറ്റുവാങ്ങിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പടിയിറക്കം. BJP എന്ന പാർട്ടിയിൽ ഏതു പാർട്ടിയിലായാലും പലരും വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങിയാൽ അത് സ്വേച്ഛാധിപത്യമായി മാറി. അങ്ങനെയുള്ളൊരു സ്വേച്ഛാധിപത്യ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടത്. ഈ സമയം ഭരണാധികാരിക്കെതിരെ ജനങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കും. ഇത് ലോകത്തിൻ്റെ ചരിത്രമാണ്. അതാണ് നരേന്ദ്രമോദി ഇരന്ന് വാങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചു വന്ന MP-മാരെയെല്ലാം പാർലമെന്റിൽ നിന്നും പുറത്താക്കുക എന്നത് രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നതല്ല. മാത്രമല്ല, സസ്പെൻഡ് ചെയ്യപ്പെട്ട 141 പ്രതിപക്ഷ MP-മാർ പാർലമെന്റ് ചേംബറിലോ ലോബിയിലോ ഗാലറിയിലോ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത് വലിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് രാജ്യത്ത്. സസ്പെൻഷൻ കാലയളവിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബാധകമാണ്. അവർ ചേംബറുകളിലും ലോബിയിലും ഗാലറിയിലും പ്രവേശിക്കരുത്. പാർലമെന്ററി കമ്മിറ്റികളിൽ അംഗമാണെങ്കിൽ ആ കമ്മിറ്റി സിറ്റിങ്ങുകളിലും സസ്പെൻഷൻ ഉള്ളവർ പ്രവേശിക്കരുത്. ആ സസ്പെൻഷൻ അവിടെയും ബാധകമാണ്. അവർ സമർപ്പിച്ച നോട്ടീസുകൾ സസ്പെൻഷൻ കാലയളവിൽ സ്വീകാര്യമേ അല്ല. സസ്പെൻഷൻ കാലയളവിൽ നടക്കുന്ന കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് ചെയ്യാനും കഴിയില്ല. സഭാ സേവനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ സസ്പെൻഷൻ കാലയളവിൽ പ്രതിദിന അലവൻസിനും അർഹതയില്ല. ഇതൊക്കെയാണ് ആ സർക്കുലറിൽ പറയുന്നത്. എന്നിട്ട് പ്രതിപക്ഷ MP-മാരില്ലാത്ത ഒരു പാർലമെന്റിൽ വെച്ച് ബില്ലുകൾ പാസാക്കിയെടുക്കുകയാണ്. ഇതിനെയാണ് സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത്. അതായത് ഒരു ജനപ്രതിനിധിയെ പൂർണ്ണമായും പ്രതിനിധിയല്ലാതാക്കുക. ഇത് ജനാധിപത്യത്തിൻ്റെ അങ്ങേയറ്റമുള്ള പരാജയമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പരാജയമാണ്. എല്ലാവരെയും ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് പാർലമെന്റിലേക്കാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വരാതെ ഒളിച്ചു കളിക്കുന്നത്? ഇതാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ ചോദ്യം. ഇതിനുത്തരം നൽകാൻ പോലും ത്രാണിയില്ലാതെയാണ് ഈ പ്രതികാര നടപടി കേന്ദ്രം സ്വീകരിച്ചു വരുന്നത്. രാജ്യം ഇതുവരെ കാണാത്ത രീതിയിൽ പാർലമെന്റിൽ ആക്രമണം നടന്നിരിക്കുന്നു. മോദി സർക്കാരിൻ്റെ 100% പരാജയം. അതും അക്രമികളെ എത്തിച്ചതും BJP-യുടെ MP. അങ്ങനെ ഒരു BJP MP-യുടെ പാസ് ഉപയോഗിച്ച് പാർലമെന്റിൽ അക്രമികൾ അതിക്രമിച്ച് കടന്ന് നടത്തിയ ആക്രമണം. ആ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണമെന്ന് മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു മന്ത്രിസഭയിൽ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ലേ ആഭ്യന്തരമന്ത്രി ഉള്ളത്? അതിന് തയ്യാറാകാൻ അമിത്ഷാക്ക് ഭയമാണ്. എന്നാൽ അതിനെ ചൊല്ലിയുണ്ടായ ബഹളത്തിന്റെ പേരിലാണ് ലോകസഭയിലെ 95-ഉം രാജ്യസഭയിലെ 46 MP-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതിരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു വിദ്യ, തോറ്റു തൊപ്പിയിട്ടതിൻ്റെ ഒരു നേർക്കാഴ്ച. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്. വീണ്ടും BJP സർക്കാർ വരാം, അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ വന്നേക്കാം ഈ രാജ്യത്ത്. പക്ഷേ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ചവിട്ടി മതിച്ചു പോയ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി പൂർണ്ണ പരാജിതനായിട്ടാണ് പടിയിറങ്ങുന്നത്.